Healthcare worker supporters, the Ottawa Hospital announced a plan to cut 3% of its workforce. നമുക്കറിയാം ഹെൽത്ത് കെയറിൽ എല്ലാ കാലഘട്ടത്തിലും ലോകത്തിൽ എവിടെയും ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലകൾ തന്നെയാണ്. ഇത് തന്നെയാണ് കാനഡയിലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേഴ്സുമാരും PSWസിനും എന്ന് വേണ്ട ഭയങ്കര ഓപ്പർച്യൂണിറ്റികളാണ്. നിങ്ങൾ ഇനിയും പഠിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ ഇനിയും അത് ഹയർ ചെയ്യുന്നുള്ളൂ, മറ്റുള്ള പ്രൊഫഷണൽ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും PR കിട്ടുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും വന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്റർ അവരുടേതായിട്ടുള്ള അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കാനഡയുടെ ഹെൽത്ത് മിനിസ്റ്റർ വന്ന് അവരുടെ ഒരു അപ്ഡേറ്റ് പറയുന്നു. അവരുടെ അപ്ഡേറ്റ് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു ഹോസ്പിറ്റലിലേക്കും നേഴ്സുമാരെയോ PSWസിനെയോ ഒന്നും ഇനി അവർക്ക് വേണ്ടെന്ന് അവർ പറയുന്നത്. ഇവിടുത്തെ ഈ ഒണ്ടാരിയോയിൽ മാത്രം നിങ്ങൾക്കറിയാമോ 70% ഹോസ്പിറ്റലുകൾ വലിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷം മാത്രം ഏതാണ്ട് $1.1 ബില്യൺ ഫെഡറൽ ഗവൺമെന്റ് ഇവിടുത്തെ ഒണ്ടാരിയോ ഹോസ്പിറ്റൽസിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒണ്ടാരിയോ ഹോസ്പിറ്റൽ അസോസിയേഷൻ പറയുന്നത് 1.1 ബില്യൺ പോയിട്ടും അതിന്റെ ഇരട്ടി കൊടുത്താൽ പോലും അവർക്ക് അവരുടെ എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ കിട്ടത്തില്ലെന്നാണ്. ഇവിടുത്തെ ഒണ്ടാരിയോ ഹോസ്പിറ്റൽ അസോസിയേഷൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർ നീക്കി വെച്ചിരിക്കുന്ന റിസർവ്ഡ് മണി ഉപയോഗിച്ചാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരെ അവർ മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഗതികേടാണ് ഇവിടെ ഒണ്ടാരിയോയിലെ ടൊറന്റോയിൽ ഉൾപ്പെടെയുള്ള പല ആശുപത്രികളുടെ അവസ്ഥയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരും ഒന്ന് ഞെട്ടിപ്പോകും. അത് നിമിത്തം അവർക്ക് നിക്കക്കളി ഇല്ലാതെ വന്നതുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പല തസ്തികകളും വെട്ടിക്കുറയ്ക്കുകയാണ്. നേഴ്സുമാരെയും PSWസിനെയും എല്ലാം അവർ വെട്ടിമാറ്റുകയാണ്. അതുമാത്രമല്ല വേക്കൻ്റ് ആയിട്ടുള്ള പല പൊസിഷനുകളും ശരിക്കും ഫില്ല് ചെയ്യപ്പെടേണ്ടതാണ്, എന്നാൽ അങ്ങനെയുള്ള എല്ലാ വേക്കൻ്റ് പൊസിഷനുകളും റിമൂവ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള പല തസ്തികകളും ഇപ്പോൾ നേഴ്സിംഗ് മേഖലയിൽ നിന്നും അവർ എടുത്തു മാറ്റുകയാണ്. അതുമാത്രമല്ല നേഴ്സസിനും മറ്റു ഹെൽത്ത് കെയർ പ്രൊഫഷണലിലും അവർക്ക് കൊടുക്കുന്ന വലിയ ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ വെട്ടിമാറ്റുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെയാണ് ഇവിടുത്തെ ഹെൽത്ത് മേഖല തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഓരോ വകുപ്പ് തല മന്ത്രിമാർ വന്നിട്ട് എന്താണ് സത്യം പറഞ്ഞ ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാണോ? ഇവിടെയുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളെയും ഇവിടെ PR കിട്ടാനുള്ള ആഗ്രഹിച്ച് ഈ രാജ്യത്ത് വന്ന പല ആൾക്കാരെയും ഇവർ ശരിക്കും കൺഫ്യൂഷൻ ആക്കുവാണോ? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യത്തിനും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയോ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇമിഗ്രേഷന്റെ മന്ത്രി ഓരോ ദിവസം വന്ന് ഓരോ അപ്ഡേറ്റ് പറയുന്നു. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാകുന്ന ഹെൽത്തില് പോലും അവസ്ഥ ഇതായിരിക്കെ ഹെൽത്ത് മിനിസ്റ്റർ വന്നിട്ട് ചെലവ് കുറയ്ക്കാനായിട്ട് ഹെൽത്ത് മേഖലയിലുള്ള ആളുകളെല്ലാം വെട്ടിക്കുറയ്ക്കുമെന്ന് ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നു. അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറയുകയാണ് കൂടുതൽ ആളുകളെയും ഡോക്ടർമാരെയും നേഴ്സുമാരെയും PSWസിനെയും എല്ലാം ഹെൽത്തിലോട്ട് നമുക്ക് ആവശ്യമാണ്, നമ്മൾ കൂടുതൽ ആളുകളെ ഈ വർഷം ഹയർ ചെയ്യുമെന്ന്. സത്യത്തിൽ ഏതാണ് സത്യം? അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ ദിവസം കാനഡയെ ഞെട്ടിച്ച മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീമൻ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയാകുന്ന റോജേഴ്സ് കമ്മ്യൂണിക്കേഷൻ അവരുടെ 10,000 ജോലിക്കാരെയാണ് പറഞ്ഞു വിടുന്നത്. അതിൻ്റെ അകത്ത് സ്വയമേ ഉള്ള അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സ്വയമേ പിരിഞ്ഞു പോകാനും അതുപോലെ തന്നെ മറ്റ് പല തസ്തികകളും ഒക്കെ വെട്ടിക്കുറച്ചു. ഒന്ന് ഓർത്ത് 25,000 ജോലിക്കാരുള്ള ഒരു റോജേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഇവിടുത്തെ ഒരു ടെലികോം മേഖലയിൽ മാത്രം 10,000 ജോലിക്കാരെ ഉടനടി പിരിച്ചുവിടാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ എത്രയെത്ര വൻകിട കമ്പനികളാണ് ഓൾറെഡി അത് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു എല്ലായിടത്തും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ആളുകളെ നമുക്ക് എല്ലായിടത്തും ആവശ്യമാണ്, IT-യിൽ ആവശ്യമാണ്, ഹെൽത്തിൽ ആവശ്യമാണ്. സത്യത്തിൽ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഇവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യം, ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ കാനഡയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇനി അഥവാ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് സത്യമാണോ? അതോ നിങ്ങൾ ഇവിടെയുള്ള ആളുകളെ പുതിയതായിട്ട് ഇവിടെ വരുന്ന ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം കണ്ണിപ്പൊടി ഇടാനായിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു മായാവലയം മാത്രമാണോ ഇത്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. I am Sound Rexy Joy. Bye.